നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഹോർമുസിൽ അമേരിക്കൻ ഉപരോധം തുടരുന്നതിനിടെ വീണ്ടും ഇറാൻ അമേരിക്ക ചർച്ചയെന്ന റിപ്പോർട്ട്. ഈ ആഴ്ച അവസാനം ചർച്ച നടന്നേക്കുമെന്ന് സൂചന. ഉപരോധത്തിനിടയിലും ഹോർമുസ് കടന്ന ചൈനീസ് ടാങ്കർ. ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ച നരേന്ദ്രമോദി. 40 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ പശ്ചിമേഷ്യൻ സഹകരണം ചർച്ചയായി. ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ അനുമതി നൽകി UAE. ആദ്യഘട്ടത്തിൽ സർക്കാർ കെട്ടിടങ്ങളിലും വാണിജ്യ സമുച്ചയങ്ങളിലും പ്രവർത്തിക്കുന്ന നഴ്സറികൾ നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മാറും. സ്കൂളുകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ തീരുമാനം വരും ദിവസങ്ങളിൽ. മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ബില്ലും MP-മാർക്ക് വിതരണം ചെയ്ത കേന്ദ്ര സർക്കാർ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വരെയാക്കാൻ നിർദ്ദേശം. മണ്ഡല പുനർനിർണയത്തിന് കമ്മീഷൻ. സ്ത്രീകൾക്ക് 33% സംവരണം. വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. ബില്ലിൽ സർക്കാർ മതിയായ ചർച്ചകൾ നടത്തിയില്ലെന്ന് പ്രതിപക്ഷം. നാളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് CPM. ഡെന്റൽ വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അഞ്ചരക്കണ്ടി കോളേജിലെ അധ്യാപകൻ ഡോക്ടർ റാമിനെ പുറത്താക്കി. നടപടി ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥികൾ എത്തിയതിന് പിന്നാലെ അന്വേഷണ സംഘം പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തി. നിതിനെ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നതായി സമ്മതിച്ച് പ്രിൻസിപ്പൽ. ബീഹാറിൽ ഇനി പുതുയുഗം. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. BJP നേതാവ് സാമ്രാട്ട് ചൌധരി പുതിയ മുഖ്യമന്ത്രിയാകും. തീരുമാനം BJP നിയമസഭാ കക്ഷി യോഗത്തിൽ. സാമ്രാട്ട് ചൌധരിയുടെ സത്യപ്രതിജ്ഞ നാളെ പട്നയിൽ. മാർച്ച് മാസത്തിലെ ICC പ്ലെയർ പുരസ്കാരം സ്വന്തമാക്കി സഞ്ജു സാംസൺ. നേട്ടം 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്. ഹോർമുസിൽ അമേരിക്കൻ ഉപരോധം തുടരുന്നതിനിടെ വീണ്ടും ഇറാൻ അമേരിക്ക ചർച്ചയെന്ന റിപ്പോർട്ട്. ഈ ആഴ്ച അവസാനം ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. ഉപരോധത്തിനിടയിലും ചൈനീസ് ടാങ്കർ ഹോർമുസ് കടന്നു. ഇറാൻ ആയുധങ്ങൾ നൽകില്ലെന്ന് ചൈനീസ് വക്താവ്. ഇറാന്റെ തുറമുഖങ്ങൾ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന ആശങ്ക നിലനിൽക്കെ വീണ്ടും ഇറാൻ അമേരിക്ക ചർച്ചയെന്ന റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാൻ അമേരിക്കയ്ക്കൊപ്പം ചേരില്ലെന്ന് നാറ്റോ സഖ്യകക്ഷികൾ അറിയിച്ചു. ഇറാനിലെ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയാനാണ് US പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശം നൽകിയത്. മറ്റു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം ചേരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ US-നെ പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടിലാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഈ ജലപാത നയതന്ത്ര ചർച്ചകളിലൂടെ തുറന്നുകൊടുക്കുകയാണ് വേണ്ടതെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നിലപാടെടുത്തു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കണമെന്നും ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും സൗദി അറേബ്യ ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് റിപ്പോർട്ട്. ഇറാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും തടയാൻ US തീരുമാനിച്ചത്. എന്നാൽ ഇതിന് പ്രതികാരമായി ചെങ്കടലിലെ പ്രധാന പാതയായ ബാബൽ മന്ദബ് ഇറാൻ അടച്ചുപൂട്ടിയേക്കാമെന്ന് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയുടെ എണ്ണ കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ പാതയാണിത്. ഇറാൻ തുറമുഖങ്ങൾ അടയ്ക്കാനുള്ള നീക്കം മറ്റ് പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇറാനിയൻ പ്രത്യാക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്നും അറബ് ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു. അതിനിടെ ട്രംപിന്റെ ഭീഷണിയെ മറികടന്ന് ചൈനീസ് ചരക്ക് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നതായാണ് റിപ്പോർട്ട്. ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതും ചൈനീസ് ക്രൂ പ്രവർത്തിപ്പിക്കുന്നതുമായ റിസ്റ്റാറി എന്ന കൂറ്റൻ ടാങ്കറാണ് അമേരിക്കൻ ഉപരോധത്തിന് ശേഷം തന്ത്രപ്രധാനമായ പാതയിലൂടെ സഞ്ചരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത പോലീസ്. വിദ്യാർത്ഥിയെ ജീവനൊടുക്കുന്നതിന് തൊട്ടുമുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനത്തിനൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മരണത്തിന് വഴിവെച്ചുവെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. അധ്യാപകരിൽ നിന്നും നേരിട്ട ജാതി വിവേചനം, ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദം, പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യൽ എന്നിവ നിതിനെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് വിലയിരുത്തൽ. ജീവനൊടുക്കുന്ന ദിവസം സംഭവിച്ചത് ഇപ്രകാരമാണ്. അധ്യാപികയായ ലതാ ശശിധരന്റെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000 രൂപയോളം നിതിൻ വായ്പയെടുത്തിരുന്നു.
ഇതുമായി ബന്ധപ്പെട്ട അധ്യാപിക പരാതി നൽകിയതായി കോളേജ് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഏപ്രിൽ 10 പ്രിൻസിപ്പൽ നിതിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. 10-ാം തീയതി പരാതി എഴുതി മാഡത്തിന്റെ, കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പൊ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്, അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവര് മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രെട്ടനിങ് ആണ്, ഇപ്പൊ അടയ്ക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. 35 മിനിറ്റോളം നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഉൾപ്പെടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകം ജീവനൊടുക്കിയതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതിനെ സാധൂകരിക്കുന്നത് സാക്ഷിമൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാപേ എന്ന അക്കൗണ്ടിൽ നിന്ന് 14,000 രൂപ നിതിൻ വായ്പയെടുത്തതായി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഗ്യാരണ്ടിയായത് അധ്യാപിക ലതാ ശശിധരനായിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. നിതിന്റെ ഫോണിൽ ഏപ്രിൽ 9 മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ഫോൺ ആപ്പ് കമ്പനിയിൽ നിന്നും വന്നിരുന്നു. അതേ ദിവസം അധ്യാപികയ്ക്കും 28ഓളം ഭീഷണി സന്ദേശങ്ങളും ലഭിച്ചിരുന്നു. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചുവച്ചതായാണ് ദൃശ്യങ്ങളിലുള്ളത്. മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയ നിതിൻ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനത്തെയും പോലീസ് കുറച്ചു കാണുന്നില്ല. കോളേജിലെത്തിയ അന്വേഷണ സംഘം പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തി. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകരെ ഇനിയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. ക്യാമ്പസുകളിലെ വർദ്ധിച്ചുവരുന്ന ജാതീയ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതാരായാലും അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമുണ്ട്. പുരോഗമന കേരളത്തിന് ഇത്തരം വാർത്തകളൊട്ടും ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ അപലപിച്ച അദ്ദേഹം ക്യാമ്പസുകളിലെ വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ 4-അംഗ വിദഗ്ധ സമിതി നിയോഗിച്ച ആരോഗ്യ സർവകലാശാല കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. നിതിൻ രാജിന്റെ കുടുംബത്തിന് കരുതലായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്ത വീടിന്റെ ആദ്യ തുക VS ശിവകുമാർ നിതിന്റെ വീട്ടിലെത്തി പിതാവിന് കൈമാറി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാല ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയെ നിയോഗിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആർമി ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെൻ്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ആ ടീം ഇവിടെ വന്നു. അമ്മയുമായും അച്ഛനുമായും എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട്. ആ ടീം ഇന്നും നാളെയും കോളേജ് അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല, അവധിയായതുകൊണ്ട് വെള്ളിയാഴ്ച അവർ കോളേജിലെത്തുന്നതാണ്. സമഗ്രമായി അന്വേഷിക്കും. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോൺ ആപ്പിന്റെ പേരിൽ നിതിൻ ആത്മഹത്യ ചെയ്യില്ലെന്നും കോളേജിൽ നടന്നത് എന്താണെന്ന് അറിയണമെന്നും നിതിൻ രാജിന്റെ സഹോദരി പറഞ്ഞു. ഒരിക്കലും ആപ്പ് ലോണിന്റെ പേരും പറഞ്ഞ് ഇത് ചുരുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ നിതിന്റെ കുടുംബത്തിന് പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്ത വീടിന്റെ ആദ്യ തുക VS ശിവകുമാർ നിതിന്റെ വീട്ടിലെത്തി പിതാവിന് കൈമാറി. കേസിലെ പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിലും മാതൃകാപരമായ നടപടികൾ കേസിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലത്ത് BJP പട്ടികജാതി മോർച്ചയുടെ പ്രതിഷേധം. കൊല്ലം ചിന്നക്കടയിലാണ് പട്ടികജാതി മോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജാതി അധിക്ഷേപവും മാനസിക പീഡനവും കാരണം ജീവനൊടുക്കിയ നിതിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നിതിന് നീതി കിട്ടുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് SC മോർച്ച നേതാക്കൾ അറിയിച്ചു.
മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത് ഹൈക്കമാൻഡാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. അത്തരം ചർച്ചകളിലേക്ക് UDF കടന്നിട്ടേയില്ല. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ നടത്തുന്നത് മാധ്യമങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പാണക്കാട് എത്താൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് വന്നതെന്നും തന്റെ സന്ദർശനത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളില്ല എന്നും അനിൽകുമാർ പറഞ്ഞു. പാണക്കാട് സാദിഖലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ആരംഭിച്ചല്ലേ, കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഇത് ആരംഭിക്കേണ്ട സമയം എപ്പോഴാണെന്നുള്ളത് വ്യക്തമായ ബോധ്യമുണ്ട്. അത് പാർട്ടിക്കുണ്ട്, UDF-നുണ്ട്. ആ സമയത്ത് ആരംഭിക്കും. ആ സമയത്ത് അത് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കും. അത് യാതൊരു രീതിയിലും ഇത്തരം സന്ദർശനങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ യാതൊരു തർക്കവുമില്ലെന്നും എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ കൃത്യസമയത്ത് തീരുമാനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. നിങ്ങൾ എന്താ പറയുന്നത്? എലക്ഷൻ വോട്ട് പെട്ടിയിലല്ലേ, അതിന്റെ ഘട്ടമാണോ ഇപ്പോൾ? അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അങ്ങനെ അഭ്യൂഹങ്ങൾ നിങ്ങൾ വെറുതെ ഉണ്ടാക്കുകയേ വേണ്ട. അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അങ്ങനെ നിങ്ങൾ വെറുതെ കഥ ഉണ്ടാക്കുകയാണ്. ഒരു കാര്യമില്ലാതെ കഥ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നിങ്ങളെ കാര്യം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതൃത്വത്തിൽ അതൃപ്തി പുകയുന്നു. പരസ്യ പ്രസ്താവനകളും ചർച്ചകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹ്നാൻ കോൺഗ്രസ് അധ്യക്ഷന് കത്തയച്ചു. ഇതിനിടെ പാർട്ടിക്കുള്ളിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട്. KC വേണുഗോപാലിന്റെ അനുയായിയായ AP അനിൽകുമാർ പാണക്കാടെത്തി PK കുഞ്ഞാലിക്കുട്ടിയുമായും തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് നേതാക്കൾ. വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന കാര്യം ദൃഢനിശ്ചയത്തിലൂടെ നടപ്പാക്കുകയാണ്. 2029 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബില്ലുകൾ MP-മാർക്ക് വിതരണം ചെയ്ത സർക്കാർ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ആക്കാനാണ് നിർദ്ദേശം. ഈ മാസം 16 മുതൽ ചേരുന്ന 3 ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് പാസാക്കും. അതിനു മുൻപായാണ് ബില്ലിന്റെ പ്രാധാന്യവും വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള തീരുമാനത്തെ ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾ അഭിനന്ദിക്കുന്നു. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന കാര്യം ദൃഢനിശ്ചയത്തിലൂടെ നടപ്പാക്കുകയാണ്. 2029 ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പാക്കുമെന്നും ഇതിലൂടെ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ കരുത്തുറ്റതാകുമെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു. വനിതാ സംവരണ ബിൽ ഈ നൂറ്റാണ്ടിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും ഇതിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് MP-മാർക്ക് മോദി നേരത്തെ കത്തയച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിദൂര പഠന രീതി പിന്തുടർന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ UAE അനുമതി നൽകി. ആദ്യഘട്ടത്തിൽ സർക്കാർ കെട്ടിടങ്ങളിലും വാണിജ്യ സമുച്ചയങ്ങളിലും പ്രവർത്തിക്കുന്ന നഴ്സറികൾ നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മാറും. സ്കൂളുകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ തീരുമാനം വരും ദിവസങ്ങളിലുണ്ടാകും. വിദ്യാഭ്യാസ, മാനവശേഷി, സാമൂഹിക വികസന കൗൺസിലാണ് നഴ്സറികൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചത്. മാർച്ച് 2 മുതലാണ് UAE-യിലെ സ്കൂളുകൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയത്. നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നേരിട്ടുള്ള പഠനം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടക്കുന്നത്. കുവൈറ്റിൽ വിവിധ കാരണങ്ങളാൽ മാറ്റിവെച്ച വിദ്യാഭ്യാസ സൂപ്പർവൈസറി തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 5 ദിവസങ്ങളായി നടക്കുന്ന പരീക്ഷകളുടെ വിശദമായ ഷെഡ്യൂൾ വിദ്യാഭ്യാസ കാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഹമദ് അൽ ഹമദ് പുറത്തിറക്കി. സിവിൽ സർവീസ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം ഓരോ സെഷനിലും 30% ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കർശന മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പരീക്ഷകൾ നടത്തുക. ആദ്യ പരീക്ഷയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർക്കും പുതിയ ഷെഡ്യൂൾ ബാധകമായിരിക്കും. UAE-യിലെ പ്രശസ്തമായ ട്രേഡിംഗ് അക്കാദമിയും സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥാപനമായ മിഥുൻസ് മണി മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ദുബായ് ബുർജ്മാനിലെ ബിസിനസ് സെന്ററിലാണ് പുതിയ ശാഖ പ്രവർത്തനം തുടങ്ങിയത്. മിഥുൻസ് മണി മാർക്കറ്റിന്റെ UAE-യിലെ 4ാമത് ബ്രാഞ്ചാണ് ഇത്.
വ്യക്തികളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ രീതികളും അറിവും പകർന്നു നൽകുന്ന UAEയിലെ പ്രമുഖ സ്ഥാപനമായ മിഥുൻസ് മണി മാർക്കറ്റിന്റെ പുതിയ ശാഖയാണ് പ്രവർത്തനം ആരംഭിച്ചത്. 8 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന മിഥുൻസ് മണി മാർക്കറ്റിന്റെ UAEയിലെ 4ാമത് ബ്രാഞ്ചാണ് ബുർജുമാനിലെ ബിസിനസ് സെന്ററിൽ തുറന്നത്. നമുക്ക് 2 ഡിവിഷനുണ്ട്. ഒന്ന് B2B, നമ്മൾ ജ്വല്ലേഴ്സിനും അതുപോലെ കോർപ്പറേറ്റ്സിനും ട്രേഡിങ്ങിൻ്റെ ഹെഡ്ജിങ് മുതലായ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ കൺസൾട്ടിങ്. പിന്നെയാണ് നമ്മളുടെ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്ന അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും പഠിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീക്കെൻഡ് സെഷനിൽ വന്നിട്ട് മനസ്സിലാക്കാം. എമിറേറ്റ്സ് സേഫർ ഇന്റർനെറ്റ് സൊസൈറ്റി സഹസ്ഥാപകനും വൈസ് ചെയർമാനുമായ എഞ്ചിനീയർ സാലിം അൽഖഫ് അൽ ഹാഷിമി മുഖ്യാതിഥി ആയിരുന്നു. This is an excellent opportunity really to educate the community on trading in a time that all people are required to consider investing wisely. മിഥുൻസ് മണി മാർക്കറ്റ് CEO മിഥുൻ ഗിരീശൻ, സിനിമാ താരം ഐമി റോസ്മി ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സാമ്പത്തിക സുരക്ഷിതത്വം, ട്രേഡിംഗ് എന്നിവ സംബന്ധിച്ച ക്ലാസുകളും വർക്ക്ഷോപ്പുകളും പുതിയ ശാഖയിൽ നടക്കും. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിലെ ദമാമിൽ ഡോക്ടർ ടെസി റോണിയുടെ 6ാമത്തെ പുസ്തകമായ വളരുന്ന ഹൃദയഭൂമിക എന്ന കവിതാ സമാഹാരം ദമാമിലെ റോസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും കഥാകൃത്തുമായ ജോസഫ് തെരുവൻ, പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്റെ മകൻ ഡോക്ടർ മനീഷ് അഹമ്മദിന് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. മാലിക് മഖ്ബൂൽ ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങൻ ഷേണായി ഉദ്ഘാടനം ചെയ്തു. സാജിദ് ആറാട്ടുപുഴ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. ചടങ്ങിൽ PAM ഹാരിസ്, TP മുഹമ്മദ്, ഡോക്ടർ സിന്ധു ബിനു റോണി ജോൺ എന്നിവർ സംസാരിച്ചു. സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ സൗജന്യ വൈഫൈ സേവനം ലഭ്യമാക്കാൻ ഒരുങ്ങുന്നു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലുള്ള നിയോ എയറോസ്പേസ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 67 നാരോ ബോഡി A320 വിമാനങ്ങളിലും 3 വൈഡ് ബോഡി A330 വിമാനങ്ങളിലും ഈ സേവനം ലഭ്യമാക്കും. 2027 അവസാനത്തോടെ സൗദിയുടെ എല്ലാ വിമാനങ്ങളിലും സൗജന്യ ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഗ്രൂപ്പ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അബ്ദുള്ള അൽ ഷഹ്റാനി വ്യക്തമാക്കി. സൗദി അറേബ്യ ഈ വർഷം 79,05,275 വിസകൾ അനുവദിച്ചതായി റിപ്പോർട്ട്. ആദ്യപാദത്തിലെ കണക്കാണ് ഇത്. സൗദി വിദേശ മന്ത്രാലയം 3 മാസത്തിനിടെ ഏറ്റവും കൂടുതൽ അനുവദിച്ചത് ഉംറ വിസകളാണ്. ആദ്യപാദത്തിൽ 40,71,886 ഉംറ വിസകൾ അനുവദിച്ചു. ആദ്യപാദത്തിൽ അനുവദിച്ച ആകെ വിസകളിൽ 51.51% ഉംറ വിസകളാണ്. 2ാം സ്ഥാനത്ത് ഹജ്ജ് വിസകളാണ്. ആദ്യപാദത്തിൽ 13,98,644 ഹജ്ജ് വിസകൾ അനുവദിച്ചു. 12,77,252 വിസകളുമായി ടൂറിസ്റ്റ് വിസകളാണ് 3ാം സ്ഥാനത്ത്. 2,78,784 ഫാമിലി വിസിറ്റ് വിസകളും 624.081 തൊഴിൽ വിസകളും 3,600 റെസിഡൻസി വിസകളും 3 മാസത്തിനിടെ അനുവദിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ അനധികൃതമായി നേടിയതെന്ന് തെളിഞ്ഞ 2,182 വ്യക്തികളുടെ പൗരത്വം സർക്കാർ പിൻവലിച്ചു. ഇത് സംബന്ധിച്ച 3 ഉത്തരവുകൾ കുവൈറ്റ് ഔദ്യോഗിക ഗസറ്റ് വഴിയും പുറപ്പെടുവിച്ചു. ആശ്രിതത്വത്തിലൂടെ പൗരത്വം നേടിയവർക്കും ഈ തീരുമാനങ്ങൾ ബാധകമാണ്. പൗരത്വത്തെ നിയന്ത്രിക്കുന്ന പുതുക്കിയ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി ദേശീയതാ പദവി അവലോകനം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള കുവൈറ്റിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. നേരത്തെയും നിരവധി അനധികൃത പൗരത്വങ്ങൾ കുവൈറ്റ് നീക്കിയിരുന്നു. അനധികൃതമായി പൗരത്വം നേടിയവർക്കെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മൺകലങ്ങളിൽ വിസ്മയം തീർത്ത് നിറച്ചാർത്തുകൾ. വടക്കൻ മലബാറിലെ വിഷു ആഘോഷത്തിലാണ് വേറിട്ട ആശയത്തിന് വിരിഞ്ഞത്. മൺകുടങ്ങളിലെ നിറങ്ങളിൽ ചാലിച്ചെടുത്ത ഉണ്ണിക്കണ്ണന് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. നിറങ്ങളുടെ ഈ കൂട്ട് ഇഴുകിച്ചേരുന്നത് അത്ഭുതാപൂർവമായ സർഗസൃഷ്ടിയിലേക്കാണ്. ക്ഷമയോടും ആത്മവിശ്വാസത്തോടും ഭക്തിയോടും കൂടെ തൂലിക ചലിപ്പിക്കുമ്പോൾ വിരിയുന്നത് ആലിലക്കണ്ണന്റെ തേജസ്സാണ്. വടക്കൻ മലബാറിൽ വിഷുക്കണികൾ മൺകലങ്ങളിൽ ഒരുക്കുന്ന പതിവുണ്ട്. മൺകുടങ്ങളെ ഭംഗിയാക്കുന്ന ചായക്കൂട്ടുകളെ വ്യത്യസ്ത ആശയത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവർ. കണിക്കലം ഒരു ട്രെൻഡാണല്ലോ. കലത്തിലാണല്ലോ നമ്മൾ അപ്പം അരിയെല്ലാം വെച്ച് അത് എന്തായാലും നമ്മൾക്കൊരു മെയിനാണല്ലോ.
അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഒരു ആശയം വെച്ചിട്ടാണ് നമ്മൾ ഈ കണിക്കലത്തിൽ എന്തുകൊണ്ട് നമുക്ക് കൃഷ്ണനെ കൊണ്ടുവന്നുകൂടാ. അപ്പം അങ്ങനെ ഒരു ആശയം വന്നു. അതോടുകൂടെ നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ്, 1 day വർക്ക്ഷോപ്പ് വെച്ച് അത് നല്ല സക്സസ് ആയി. സ്പോട്ടിൽ നമ്മൾക്ക് ഈ ഒരു കല നമുക്ക് പിന്നെ എന്താ പറയേണ്ട ഓർഡേഴ്സ് വന്നുകൊണ്ടുണ്ട്. അത്രയും നല്ല ഒരു വിജയപ്രദമായിട്ട് നമുക്ക് തീർന്നു. കണ്ണൂർ കളക്ട്രേറ്റിന് സമീപമുള്ള ഗാന്ധി മന്ദിരത്തിലാണ് കണിക്കുടങ്ങളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കലയും ഭക്തിയും സമന്വയിച്ച ഈ വ്യത്യസ്ത ആശയത്തിന് വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. ബീഹാർ രാഷ്ട്രീയത്തിൽ 2 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗത്തിന് അവസാനം. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. സാമ്രാട്ട് ചൗധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ വൈകിട്ട് പട്നയിൽ നടക്കും. നിർണായക രാഷ്ട്രീയ മാറ്റത്തിനാണ് ബീഹാർ സാക്ഷ്യം വഹിച്ചത്. 2005 മുതൽ 2 പതിറ്റാണ്ടുകാലം ബീഹാറിനെ നയിച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. പട്നയിൽ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ലോക്ഭവനിലെത്തി നിതീഷ് ഗവർണർക്ക് രാജി സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയായില്ലെങ്കിലും പുതിയ സർക്കാരിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നായിരുന്നു നിതീഷ് കുമാറിന്റെ പ്രതികരണം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മേൽനോട്ടത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരിയെ പ്രഖ്യാപിച്ചു. നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. ചരിത്രത്തിലാദ്യമായാണ് ബീഹാറിൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത്. നിതീഷ് കുമാർ പഠിപ്പിച്ച പാഠങ്ങളിലൂടെ മുൻപോട്ട് പോകുമെന്നും ബീഹാറിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും സാമ്രാട്ട് ചൗധരി പറഞ്ഞു. ബീഹാർ की जनता ने 202 सीटें देकर आदरणीय मोदी जी और नीतीश जी के विचारधारा को जिताने का काम किया. तब भी बिहार में एक मजबूत सरकार बनाने का जो जनता ने मैंडेट दिया था. പട്നയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. നിതീഷ് കുമാർ രാജ്യസഭാംഗമായി ചുമതലയേറ്റതോടെയാണ് ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ആദ്യമായി BJPക്ക് അവസരം ലഭിച്ചത്. BJP നേതാക്കളായ നിത്യാനന്ദ റായ്, രേണുദേവി, വിജയ്കുമാർ സിൻഹ തുടങ്ങിയ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ICCയുടെ മാർച്ചിലെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച ബാറ്റിംഗ് മികവനാണ് ICC സഞ്ജുവിനെ മികച്ച താരമായി തിരഞ്ഞെടുത്തത്. ലോകകപ്പിൽ കളിച്ച 3 T20 മത്സരങ്ങളിൽ 275 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഈ പ്രകടനം താരത്തെ ICC T20 ബാറ്റിംഗ് റാങ്കിങ്ങിലെ ആദ്യ 20-ലെത്തിച്ചു. ലോകകപ്പിനിടെ തുടർച്ചയായി 2 തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ സഞ്ജുവിനെ തേടി ആദ്യമായാണ് ICCയുടെ പ്ലെയർ ഓഫ് ദി മന്ത് അംഗീകാരം എത്തുന്നത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.